ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലുമായി ഇത്രയധികം ബന്ധം സൂക്ഷിക്കുന്ന മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കുകൾ ട്രംപിനോട് സ്നേഹാദര സൂചകമായി നെതന്യാഹു പറയുമ്പോൾ അന്ന് യുദ്ധം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നെതന്യാഹുവിൻ്റെ വാക്കുകേട്ട് മുന്നും പിന്നും നോക്കാതെ, പുനരാലോചനയില്ലാതെ, കൂടിയാലോചനകളില്ലാതെ ട്രംപ് ഏകപക്ഷീയമായി ഇറാന് നേരെ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായി സ്വയം വിശേഷിപ്പിക്കുകയും അതോടൊപ്പം ഇറാൻ എന്ന താരതമ്യേന വളരെ ചെറിയൊരു ശക്തിയെ ഉടൻ ഇല്ലാതാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഗംഭീരമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 100 ദിവസങ്ങൾക്കിപ്പുറം എന്താണ് സംഭവിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ എന്തിനായിരുന്നു ഈ യുദ്ധമെന്ന് ലോകം പരസ്പരം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ തിരിച്ചടികളുടെ വേലിയേറ്റം, തിരിച്ചടികളുടെ തുടർച്ച, കനത്ത പ്രഹരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ കാണാതിരുന്നുകൂടാ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിഭയാനകമായ തിരിച്ചടിയാണ്. അതായത് ഇസ്രായേലിൻ്റെ വാക്കുകേട്ട് ഇറാന് നേരെ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും വിലവയ്ക്കാതെ ആ രാജ്യത്തിൻ്റെ ഭരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി നടത്തിയ ആ യുദ്ധം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എത്തിച്ചിരിക്കുന്നത് നിലയില്ലാ കയത്തിലാണ്. ട്രംപ് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ട്രംപിനെ വിലവയ്ക്കാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. നവംബറിൽ നടക്കാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ തൻ്റെ പ്രസിഡന്റ് പദം പോലും നിഷ്പ്രഭമായി പോകുമോ എന്ന് ട്രംപ് ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനൊക്കെ ഉപരിയായി ലോകശക്തി എന്ന ഇമേജ് ഇറാന് മുന്നിൽ പൊട്ടിത്തകർന്നു പോയിരിക്കുകയാണ്. അതിദാരുണമായ ഭീകരമായ അവസ്ഥയിലേക്ക് ട്രംപ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അവസ്ഥയും സമാനമാണ്. യുദ്ധത്തിലൂടെ കാര്യങ്ങൾ നേടാൻ ഇറങ്ങി പുറപ്പെട്ട് യുദ്ധത്തിലൂടെ എല്ലാം പിടിച്ചെടുത്ത് ഈ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ വിജയിച്ചവരാണ് എന്ന് പ്രഖ്യാപിക്കാൻ വെമ്പൽ കൊണ്ട ഇസ്രായേലും ആടപടലം കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിനെയും അമേരിക്കയെയും ഫാദർലാൻഡായും മദർലാൻഡായും ബെസ്റ്റ് ഫ്രണ്ട്സായും ഒക്കെ കാണുന്ന പല ആളുകളും ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇറാൻ തകരണം എന്ന് പറഞ്ഞ് കൈയടിച്ച നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ മുഖം പൂഴ്ത്തി പൊട്ടിക്കരയുകയായിരിക്കുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് കനത്ത പ്രഹരം ട്രംപിന് വീണ്ടും ലഭിക്കുകയാണ്. US കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ യുദ്ധാധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ്. US സെനറ്റിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് ആധിപത്യമുള്ള US സെനറ്റിൽ ട്രംപിൻ്റെ യുദ്ധാധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള പ്രമേയം പാസ്സായിരിക്കുന്നു. ട്രംപിനൊപ്പം നിൽക്കേണ്ടിയിരുന്ന ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ ട്രംപിനെതിരായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ 48-നെതിരെ 50 വോട്ടുകൾക്ക് ട്രംപിനെതിരായ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് US കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പ്രമേയം പാസ്സായിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലുള്ളൊരു സംഭവമല്ല, വളരെ തീവ്രമായ ഒരു വിഷയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ നടത്തിയത് അതിക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായ പൈശാചികമായ നരവേട്ട തന്നെയാണ്. അതൊരിക്കലും ഇസ്രായേലിലെ ജൂതരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എന്ന വാദത്തിൽ നിൽക്കുകയില്ല, മറിച്ച് അതൊരു വംശഹത്യയുടെ എല്ലാ സ്വഭാവങ്ങളും അതുപോലെ കാണിക്കുന്നതായിരുന്നു. അപ്പം അന്ന് ഇസ്രായേൽ വിചാരിച്ചത്, ഞങ്ങളൊരു ശത്രുവിനെ പ്രഖ്യാപിച്ചാൽ, ഞങ്ങൾക്ക് മുന്നിൽ ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ശത്രുവായി നിലനിർത്തിയാൽ അവരെ തീർക്കാൻ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഇനി മുതൽ തങ്ങൾക്ക് നിക്ഷിപ്തമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇസ്രായേൽ അവിടെ നിന്ന് മുന്നോട്ട് പോയത്. ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നു. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഈ പറയുന്ന ഹൂത്തികൾക്ക് നേരെ യമനിൽ ആക്രമണം നടത്തുന്നു. പലയിടങ്ങളിലും ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുകയായിരുന്നു. പക്ഷേ ഇറാനോട് മുട്ടിയിടത്ത് വലിയ പരാജയം ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രംപിന് എതിരെ ഉണ്ടായ US സെനറ്റിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം അത് ട്രംപിൻ്റെ ലോകശക്തി പരിവേഷത്തിന് അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ലോകശക്തി പരിവേഷത്തിനേറ്റ കനത്ത അടിയാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതായത് ഇറാൻ എന്ന രാജ്യത്തെ വില കുറച്ച് കണ്ടവർക്കുള്ള തിരിച്ചടി, ഇറാൻ്റെ ശക്തി ഒന്നുമല്ല എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടി,
ഒപ്പം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കും കടന്നു കയറി എന്തും ചെയ്യാൻ കഴിയും, അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഈ ലോകത്ത് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള അഹന്തക്കേറ്റ തിരിച്ചടി, അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകളിൽ വലിയ തിരിച്ചടി ഇവിടെ അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലും വലിയൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ യുദ്ധത്തിലൂടെ നേടുക എന്നൊരൊറ്റ ചിന്തയിൽ ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിനും കനത്ത തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതൊരു പുസ്തകത്തിലാണ്. എല്ലാ ജൂതന്മാർക്കും നിന്നെ മടുത്തു എന്ന് ട്രംപ് നെതന്യാഹുവിനോട് കടുപ്പിച്ച് സംസാരിച്ചു. അതായത് ഇസ്രായേൽ ജനത നെതന്യാഹുവിനെ വെറുത്തിരിക്കുകയാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധവെറി അത് നിങ്ങളുടെ ജനതയ്ക്ക് തന്നെ ഭാരമായിരിക്കുന്നു. അവർ നിങ്ങളെ അധികാരത്തിൽ നിന്ന് റദ്ദ് ചെയ്യും എന്ന നിലയിൽ ഒരു വലിയ ഭീഷണി ട്രംപ് നെതന്യാഹുവിനോട് നടത്തിയതായി ഒരു പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റെജിം ചേഞ്ച് ഇൻസൈഡ് ദ ഇംപീരിയൽ ഓഫ് പ്രസിഡൻസി ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇപ്പോൾ അത് വ്യക്തമായി പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചവർക്കൊക്കെ കണക്കിന് കിട്ടുന്നുണ്ട്. നമുക്കിടയിലുള്ള പല മാധ്യമങ്ങളും ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയം കൃത്യമായി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് കാരണം. എന്ന് മാത്രമല്ല, മറ്റൊരു വെളിപ്പെടുത്തൽ, ട്രംപിന് വലിയ തിരിച്ചടിയായ മറ്റൊരു വെളിപ്പെടുത്തൽ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകൾ നടക്കുമ്പോൾ, സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇറാൻ്റെ അംഗങ്ങൾ അവിടെ ഒരു വാക്കൗട്ട് നടത്തുകയുണ്ടായി. അതായത് ട്രംപ് എപ്പോഴും ഇറാൻ ഞങ്ങൾക്ക് ഭയപ്പെട്ട് വഴിപ്പെട്ട് ഈ ചർച്ചകൾക്ക് വന്നതാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ, അത് ഇസ്രായേലിനെ ഒരു വശത്ത് ചീത്ത പറയുമ്പോഴും മറുവശത്ത് ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടാതിരിക്കാൻ, ഒപ്പം ലോകത്തിന് മുന്നിൽ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടവരാണ് ഇറാൻ എന്ന് വരുത്തി തീർക്കാൻ ചില ഗിമ്മിക്കുകൾ കാണിക്കും. ആ ഗിമ്മിക്കിൻ്റെ ഭാഗമായി ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിനിടയിൽ ട്രംപ് ഒരു വാചകം പറഞ്ഞു. ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, അത് ഇനിയും തുടർന്നാൽ ഞങ്ങൾ ഇറാന് നേരെ സൈനികമായി നീങ്ങും, വീണ്ടും യുദ്ധമുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ട്രംപ് നടത്തി. അതായത് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുന്നറിയിപ്പ് നടത്തി ഇറാനെ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇറാനെ ഭയപ്പെടുത്തിയാണ് ഞങ്ങൾ വരുതിയിലാക്കിയത് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു പദപ്രയോഗം ട്രംപ് നടത്തിയത്. പൊടുന്നനെ സംഭവിച്ചത് എന്താണ്? ആ വേദിയിൽ നിന്ന് അല്ലെങ്കിൽ ആ യോഗത്തിൽ നിന്ന് ഇറാൻ്റെ പ്രതിനിധികൾ വാക്കൗട്ട് നടത്തി. ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റുമായോ അമേരിക്കയുമായോ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ്റെ പ്രതിനിധികൾ സഗൗരവം പറഞ്ഞു. ഇതോടുകൂടി കുടുങ്ങിപ്പോയത് ട്രംപാണ്. കാരണം ഈ യോഗം മുന്നോട്ട് പോവുകയും ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് ഇറാൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചതാണ് എന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല, ഹോർമുസ് തുറക്കാൻ കഴിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇതോടുകൂടി പറഞ്ഞ വാക്ക് വിഴുങ്ങി ട്രംപ് ഇറാനെ അനുനയിപ്പിച്ച് വീണ്ടും ചർച്ചകളിലൂടെ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ 60 ദിവസത്തെ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ട്രംപിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. അവിടെയും ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഇറാന് നേരെ ഒരു യുദ്ധം നടത്തി ഇറാൻ്റെ ഭരണം പിടിച്ചെടുത്ത് ഇറാൻ്റെ ആയുധങ്ങൾ നിർവീര്യമാക്കി അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇങ്ങോട്ടേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ഇസ്രായേലിന് മനസമാധാനം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെതന്യാഹു മാത്രമല്ല, അവിടുത്തെ പ്രതിരോധ മന്ത്രിയായാലും അവിടുത്തെ സുരക്ഷാ മന്ത്രിയായാലും ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇറാൻ്റെ പരിപൂർണമായ തകർച്ചയാണ്. അങ്ങനെ ഇറാനെ പരിപൂർണമായി തകർത്ത് അവിടെ ഭരണം പിടിച്ചെടുത്ത് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നിടത്താണ് തങ്ങളുടെ വിജയമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അതാണ് ലോകശക്തിയായ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ അതെല്ലാം ഒരു ഊതി വീർപ്പിച്ച് ബലൂൺ കണക്കോറോ ഒറ്റയടിക്ക് പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇനി അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ പറയുന്നു സ്വന്തം നിലയ്ക്ക് ലെബനാനിലേക്ക് യുദ്ധം ചെയ്യും, തുടരും എന്നൊക്കെ നെതന്യാഹു പറയുന്നുണ്ട്. അവിടുന്ന് സൈന്യത്തെ നീക്കിയിട്ടില്ല എന്നും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ യുദ്ധം ചെയ്താൽ ഹിസ്ബുള്ള ശക്തമായിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും എന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇതിൽ ഇടപെടാൻ കഴിയില്ല. അവിടെയാണ് അറബ് ലോകങ്ങൾ അന്തം വിട്ട് നിൽക്കുന്നത്. കാരണം അറബ് ലോകം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ നൽകിയ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ട്രംപ് ഒരിക്കലും ഇസ്രായേലിന് അനുകൂലമായി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ യുദ്ധം രൂക്ഷമാവുകയും ഇറാൻ അതിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്നാണ് അറബ് രാജ്യങ്ങളും ചിന്തിക്കുന്നത്. ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ യുദ്ധം തുടങ്ങുന്ന 3-3.5 മാസം മുന്നേ
അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു, ഒരിക്കലും ഇറാനെ ആക്രമിക്കരുത്, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും, ഇറാനെ ആക്രമിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും, അത് പശ്ചിമേഷ്യയുടെ മുഴുവൻ പ്രശ്നമായി മാറും, അത് ഒരു മേഖലാ യുദ്ധമായി വളരും, അറബ് രാജ്യങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് അറബ് രാജ്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത്, അല്ലെങ്കിൽ അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറഞ്ഞത് ഈ യുദ്ധത്തിലൂടെ ഇറാനെ പൊടുന്നനെ ഇല്ലാതാക്കുമെന്നാണ്. ആ വാക്ക് വിശ്വസിച്ച് അറബ് രാജ്യങ്ങൾ നോക്കി നിന്നു. പക്ഷേ അതിനടുത്ത നിമിഷം മുതൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടി തുടങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ട്രംപ് ഇറാന് പരിപൂർണമായ സൗജന്യങ്ങൾ ഏർപ്പെടുത്തുകയും ഉപരോധങ്ങൾ പിൻവലിക്കുകയും പണം അങ്ങോട്ട് കൊടുക്കുകയും ഈ പറയുന്നത് പോലെ ഇറാനെതിരായൊരു നീക്കം ഉണ്ടാകരുത് എന്ന് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുകയും, അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഇനി ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അറബ് രാജ്യങ്ങൾ അന്തം വിട്ടു പോവുകയാണ്. ആദ്യത്തെ സാഹചര്യത്തിൽ നേരെ തിരിഞ്ഞു. ട്രംപ് നേരെ 3 മാസങ്ങൾക്കിപ്പുറം ഇറാൻ്റെ അടികൊണ്ട് മടുത്തപ്പോൾ നേരെ തിരിഞ്ഞു. അതിനിടയിൽ ഇടയ്ക്ക് ട്രംപ് ഇതുപോലെ യുദ്ധം ചെയ്യും എന്ന് പറയാൻ തയ്യാറാകും. അവിടെയും ആശയക്കുഴപ്പമാണ്. അപ്പോഴാണ് ഈ US സെനറ്റിലെ നിർണായകമായ ഒരു പ്രമേയം പാസ്സാക്കൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി അറബ് രാജ്യങ്ങൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്, പശ്ചിമേഷ്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ്. പരമാവധി പ്രകോപിപ്പിക്കാൻ, പരമാവധി ഇറാനെ യുദ്ധത്തിലിറക്കി ഈ കരാർ പൊളിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.